എൻ്റെ പേര് ഡോക്ടർ മഹേഷ് ശ്രീധരൻ. ഞാൻ ട്രിവാൻഡ്രത്ത് മിത്ര ഹെർമിറ്റേജ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. ഇന്നിപ്പം കഴുത്ത് വേദന അല്ലെങ്കിൽ നെക്ക് പെയിൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഈ നെക്ക് പെയിൻ. അപ്പോൾ അത് എന്തുകൊണ്ടുണ്ടാകുന്നു, അതെങ്ങനെ നമുക്ക് പ്രതിവിധി ചെയ്യാം, അതിനെങ്ങനെ പ്രതിരോധിക്കാം, ആയുർവേദത്തിൽ എന്തൊക്കെ ചികിത്സകളാണ് ഈ നെക്ക് പെയിൻ അല്ലെങ്കിൽ കഴുത്ത് വേദനയ്ക്ക് ഞങ്ങൾ നൽകുന്നത്, അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നെക്ക് പെയിൻ ഉണ്ടാകുന്നത്? നോർമലി നമുക്ക് ഈ കഴുത്തിൻ്റെ സെർവൈക്കൽ വെർട്ടിബ്ര 7 എണ്ണം ഉണ്ട്. കഴുത്തിലെ കശേരുക്കൾ 7 എല്ലുകളാണ്. അതിനുണ്ടാകുന്ന വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് സംഭവിക്കുന്ന ക്ഷതം, ട്രോമ, അതൊരു വീഴ്ച കൊണ്ടിട്ടോ എന്തെങ്കിലും ആക്സിഡൻറ്റ് കൊണ്ടോ ഉണ്ടാകുന്ന ട്രോമ കാരണം, പിന്നെ കഴുത്തിൻ്റെ എല്ലുകൾക്കിടയിലുള്ള ഡിസ്കിന് സംഭവിക്കുന്ന സ്ഥാനചലനം, അപ്പോൾ ഡിസ്ക് ബൾജാകാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിസ്ക് ഹെർണിയേഷൻ ആകാം. ഇങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് ഈ കഴുത്ത് വേദന ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് ചെറിയ പ്രായം മുതൽ തന്നെ കമ്പ്യൂട്ടറിൻ്റെ അമിതമായ ഉപയോഗവും അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും ഈ ഒരു രോഗാവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ രക്തത്തിൽ വിറ്റാമിൻ D3യുടെയും കാൽസ്യത്തിൻ്റെ അളവ് ഗണ്യമായി കുറയുമ്പോൾ കഴുത്തിലെ എല്ലുകൾ, ദേഹത്തിലെ എല്ലാ എല്ലുകളിലും സംഭവിക്കുന്നതല്ല, കഴുത്തിലെ എല്ലുകളിലും നടുവിനുള്ള എല്ലുകളുടെയും ഘനം അല്ലെങ്കിൽ കട്ടി കുറയുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ഘനം കുറയുമ്പോൾ ഈ എല്ലുകൾ ഇടയിലൂടെ വരുന്ന ഞരമ്പുകളിൽ അമരുന്നു. അത് കഴുത്ത് വേദനയായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതെന്തുകൊണ്ടാണ് ഈ കഴുത്ത് വേദന ഉണ്ടാകുന്നത് എന്ന് നോക്കാം. അപ്പോൾ കഴുത്തിന് സ്വാഭാവികമായിട്ട് ഒരു വളവുണ്ട്, അത് സെർവൈക്കൽ കർവേച്ചർ എന്ന് പറയും. ആ ഒരു വളവ് കാലക്രമേണ പ്രായം കൊണ്ടും നമ്മുടെ ദുരുപയോഗം കൊണ്ടും സ്ട്രെയിറ്റനിങ് സംഭവിക്കുന്നു, അത് നേരെയാകുന്നു. അപ്പോഴേക്ക് ആ കഴുത്തിൻ്റെ ഇടയിൽ കശേരുക്കളുടെ ഇടയിലൂടെ വരുന്ന ഞരമ്പുകളിൽ സമ്മർദ്ദം ഉണ്ടാകുകയും അത് കഴുത്ത് വേദനയായിട്ടും കൈവേദനയായിട്ടും ഭവിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു മനുഷ്യന് കഴുത്തിനെ 180 ഡിഗ്രിയിൽ ചലിപ്പിക്കാൻ പറ്റും. അത് ഇടതു നിന്ന് വലത്തോട്ടും വലതു നിന്ന് ഇടത്തോട്ടും. കഴുത്തിൻ്റെ പ്രദേശത്ത് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ചലനശേഷി കുറഞ്ഞു വരും. അത് 90 ഡിഗ്രി ആകാം, 45 ഡിഗ്രി ആകാം, ചിലപ്പം അല്പം പോലും കഴുത്ത് ചലിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് ഒന്നുകിൽ ഈ കഴുത്തിൻ്റെ ചുറ്റിനുമുള്ള നീർവീക്കം, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ചുറ്റിനുമുള്ള മസിൽസ്, ഇപ്പോൾ സെർവൈക്കൽ മസിൽസ് ആകാം, അല്ലെങ്കിൽ ഷോൾഡർ മസിൽസ് ഉരുണ്ട് കൂടുന്നത് കൊണ്ട് ഈ വേദന തുടങ്ങുന്നത്. ഇപ്പം നമുക്ക് സാധാരണ ഒരു മനുഷ്യന് നമ്മുടെ കഴുത്തിൻ്റെ സൈഡിലൂടെ നമ്മുടെ ഒരു വിരൽ ഓടിക്കുമ്പം, ഇപ്പോൾ സ്പീഡ് ബ്രേക്കർ പോലെ ഇങ്ങനെ പൊങ്ങിയും താങ്ങിയിരിക്കുന്നെങ്കിൽ അത് ഉടനെ മനസ്സിലാക്കുക കഴുത്തിൽ തേയ്മാനം തുടങ്ങിയിട്ടുണ്ട്, അവിടെ നീർവീക്കം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ വേദന കഴുത്തിൻ്റെ പുറകിലോ വശങ്ങളിൽ മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ കാലക്രമേണ ഇത് തോളിലേക്കും ആ വേദന കൈമുട്ടിലേക്കും പിന്നെ കൈ വിരലുകളിലേക്കും വരാം. അപ്പോഴത്തേക്കാണ് നമുക്ക് ഒരു മഗ് വെള്ളം എടുക്കാനോ അല്ലെങ്കിൽ ഒരു തുണി പിഴിയാനോ കൈ പുറകിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് ആദ്യമേ തന്നെ ചികിത്സിക്കണം എന്നുള്ളത് അത്യന്താപേക്ഷിതമാകുന്നത് എന്ന്. ഈ ഒരു കഴുത്തിൻ്റെ ചലനശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിത രീതിയെ അത് അഫക്റ്റ് ചെയ്യും, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് വരാതെ അതിന് മുൻപ് തന്നെ നിങ്ങൾ ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് അതിനുള്ള ചികിത്സാ രീതികൾ തേടേണ്ടതാണ്. ആയുർവേദ ചികിത്സാ രീതിയിൽ ഈ കഴുത്തിൽ ചുറ്റിനും നീർവീക്കം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ നീർവീക്കത്തിന് കണ്ടെയ്ൻ ചെയ്യാനുള്ള മരുന്നുകളാണ്. അത് ഉള്ളിലും പുറമേ പുരട്ടാനുള്ള ലേപനങ്ങളും അല്ലെങ്കിൽ പുറമേ ഒഴിക്കുന്ന ദ്രവ്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ കഷായവും അല്ലെങ്കിൽ അതുപോലുള്ള ധാന്യാമ്ലം പോലുള്ള മരുന്നുകളാണ്. അപ്പോൾ ഇതൊരു 3 മുതൽ 5 ദിവസം ഒഴിക്കുമ്പോൾ തന്നെയും അല്ലെങ്കിൽ അത് തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെയും ആ നീർവീക്കത്തിൻ്റെ ആക്കം വളരെയേറെ കുറയുന്നതായിട്ട് കാണുന്നതാണ്. അതിന് ശേഷമാണ് നമ്മൾ പലതരം കിഴികൾ, ഇപ്പം ഇലക്കിഴിയാണെങ്കിലും അങ്ങനത്തെ പലതരം എണ്ണ ചേർത്തുള്ള കിഴികൾ
രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മുഴുവനും രൂക്ഷപ്രയോഗം അല്ലെങ്കിൽ ആ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് കുറച്ച് കൊണ്ടുവരാനുള്ള ഉള്ളിലുള്ള മരുന്നുകളും പുറമേ ചെയ്യുന്ന ചികിത്സാ രീതികളാണ് ചെയ്യുന്നത്. അതിനെല്ലാം ശേഷം ചെയ്യേണ്ടത് നമ്മുടെ കഴുത്തിലെ പേശികൾ അല്ലെങ്കിൽ സെർവൈക്കൽ നെക്ക് മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഓരോ എക്സസൈസുകളുണ്ട്. അത് യോഗ ആയാലും അപ്പം അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ളത് ഈ മസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള എണ്ണകളുണ്ട്. അത് ദിവസവും പുറമേ പുരട്ടി ഈ മസിലുകൾക്ക്, ഈ ഷോൾഡർ മസിലിനും ശക്തി കൂട്ടുക എന്നുള്ളതാണ് ഒരു ലോങ് ടേം ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളത് ചെയ്യേണ്ടത്. അത് സ്വയം ചെയ്യേണ്ടതാണ്. അത് ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ രോഗികളെ പഠിപ്പിച്ച് വിടുന്നതാണ്. പഞ്ചകർമ്മ ചികിത്സയിൽ ഒന്നായ നസ്യം എന്നുള്ള ചികിത്സ ഈ കഴുത്ത് വേദനയ്ക്കും കഴുത്തിൽ നിന്നും കയ്യിലേക്കുള്ള നീര് വരുന്ന ഇതിനും വേദന വരുന്നതിനും വളരെ നല്ലൊരു പ്രതിവിധിയാണ്. അതിനുശേഷം നമ്മൾ ഗ്രീവാവസ്ഥി എന്ന് പറയും, കഴുത്തിൻ്റെ പുറം ഭാഗത്ത് ഓയിൽ പൂളിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം മാവ് കൊണ്ട് ഒരു ബൗണ്ടറി ഉണ്ടാക്കി അതിനകത്തേക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മരുന്നുകൾ ചെറിയ ചൂടോടുകൂടി മരുന്നുകൾ കെട്ടി നിർത്തുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ കഴുത്തിൻ്റെ വേദനയും നീരും കുറച്ച് കഴുത്തിൻ്റെ ചലനശേഷി ലഭിക്കാൻ സഹായിക്കുന്നതാണ്. സാധാരണയായി നിങ്ങൾ കഴുത്തിൻ്റെ ഒരു MRI റിപ്പോർട്ട് വായിക്കുമ്പോൾ ഡെസിക്കേഷൻ ഓഫ് സെർവൈക്കൽ വെർട്ടിബ്ര എന്ന് കാണാം. എന്നുവെച്ചാൽ ഡെസിക്കേഷൻ എന്ന് വെച്ചാൽ ആ രണ്ട് കഴുത്തിലെ കശേരുക്കൾ അല്ലെങ്കിൽ ആ എല്ലുകൾക്കിടയിലുള്ള ഡിസ്ക് പുറത്തോട്ട് ചാടിയിട്ട് അത് ഉണങ്ങി വരണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സ കൊണ്ട് ലഭിക്കുന്ന ഗുണം ഈ ഡിസ്കുകളുടെ റീഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റും. അവ പൂർവാധികം ഇതോടുകൂടി ഷോക്ക് അബ്സോർബിങ് പ്രോപ്പർട്ടി തിരിച്ച് ഉണ്ടാക്കാനുള്ളൊരു മരുന്നുകളും ചികിത്സാ രീതികളും ആയുർവേദത്തിൽ ലഭ്യമാണ്. അതുമൂലം നിങ്ങൾക്ക് ഉള്ളത് ഈ കഴുത്തിൽ നിന്നും കയ്യിലേക്കുള്ള വേദനയുടെ അളവ് അതിന് ഗണ്യമായി കുറയ്ക്കാൻ പറ്റും. ഇതുവരെ നമ്മൾ കഴുത്ത് വേദനയ്ക്കുള്ള പ്രതിവിധികളാണ് പറഞ്ഞത്. ഇത് എങ്ങനെ നമുക്കിത് പ്രതിരോധിക്കാം, ഇത് വരാതെ നോക്കാം എന്നുള്ളതും ഒരു പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇപ്പം മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കഴുത്തിൻ്റെ പോസ്ചർ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കഴുത്തിൻ്റെ ഉപയോഗം അതിന് വളരെയേറെ ശ്രദ്ധ ചെലുത്തണം. നമുക്ക് തോന്നിയതുപോലെ ഇരിക്കുകയോ അങ്ങനെ ഇരുന്നു കൊണ്ട് ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ നോക്കുന്നത് ഒഴിവാക്കി, അതാണ് ആദ്യത്തെ ഒരു ഗുണപാഠം. രണ്ടാമത് ചെയ്യേണ്ടത് കഴുത്തിനുള്ള എക്സസൈസാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ കഴുത്തിൻ്റെ കശേരുക്കൾക്കും കഴുത്തിൻ്റെ പേശികൾക്കും നിങ്ങൾ വ്യായാമം കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഈ കഴുത്തിൻ്റെ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അസുഖം വരാതെ നമുക്ക് പ്രതിരോധിക്കാം. ഇപ്പം നിങ്ങൾക്ക് അധികമായിട്ട് കമ്പ്യൂട്ടർ സ്ക്രീൻ നോക്കിയിരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് ആ കഴുത്തിൻ്റെ ചലനം ഒന്ന് കൊടുത്ത് അല്ലെങ്കിൽ സ്വയം കൈകൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് വീണ്ടും ആ ജോലി തുടരുക. ഇത് വളരെയേറെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഉള്ളത് വിറ്റാമിൻ ഡിയുടെ ബ്ലഡിലെ ലെവൽ എപ്പോഴും 40-നും 60-നും ഇടയ്ക്ക് ഗ്രാമിൽ ആക്കി വയ്ക്കുക. അതൊരിക്കലും 40-ൽ താഴെ കുറയാൻ അനുവദിക്കരുത്. ഇതുകൊണ്ട് 2 ഗുണമാണ് ഉള്ളത്. ഒന്ന്, നിങ്ങളുടെ പ്രതിരോധ ശക്തി കൂടുന്നു. പിന്നെ ദേഹത്തിലെ എല്ലാ എല്ലുകളും ടെൻഡൻസ്, മസിൽസ്, ലിഗമെൻറ്റ്സ് ഇതിനെല്ലാം ശക്തി കൂടുന്നു. അപ്പോൾ ഒരിക്കലും വിറ്റാമിൻ ഡി കുറയാൻ അനുവദിക്കരുത്. സാധാരണയായി കാണുന്നത് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച വിറ്റാമിൻ ഡി ഗുളികൾ കഴിച്ചിട്ട് ആൾക്കാർ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതേ ഇല്ല. പക്ഷെ നമ്മുടെ ദേഹത്ത് സംഭവിക്കുന്നത്, നിങ്ങളൊരു 4 ആഴ്ച വിറ്റാമിൻ ഡി കഴിക്കുമ്പോൾ വിറ്റാമിൻ ഡിയുടെ അളവ് കൂടുന്നു. പക്ഷെ അതേപോലെ ഒരു 3 ആഴ്ച 1 മാസം കഴിയുമ്പം അത് കുറഞ്ഞു തുടങ്ങും. നമ്മൾ ആരും തന്നെ വെയിലത്ത് നിൽക്കുന്നില്ല. ആ ഒരു സൺ എക്സ്പോഷർ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇന്നത്തെ ആഹാരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്സിൻ്റെയോ അല്ലെങ്കിൽ കെമിക്കൽസിൻ്റെയോ കൂടുതൽ കാരണം ഒരു വിറ്റാമിൻ ഡി സിന്തസിസ് നമ്മുടെ എല്ലാം ദേഹങ്ങളിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കഴുത്ത് വേദന നമുക്ക് പ്രതിരോധിക്കാൻ സഹായിക്കും. പിന്നെ യോഗ മുതലുള്ള വ്യായാമ മുറകൾ വളരെയേറെ കഴുത്തിൻ്റെ സ്പൈൻ മാത്രമല്ല കംപ്ലീറ്റ് സ്പൈനിൻ്റെയും ശക്തി കൂട്ടുന്നതാണ്. ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിൽ അറിയേണ്ടത്, നമ്മുടെ തലയുടെ ഭാരം
ഈ കഴുത്തിലെ 7 എല്ലുകളാണ് താങ്ങേണ്ടത്. അപ്പോൾ നമ്മളെ ഈ എല്ലുകൾക്ക് വേദന വരുന്നത് വരെയും നമ്മൾ ഇത്രയും ഇതിനെക്കുറിച്ച് ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറില്ല. അതുകൊണ്ട് ഇന്ന് മുതലെങ്കിലും നിങ്ങൾ ഈ കഴുത്തിലെ എല്ലുകൾക്കും ഈ ഏരിയയിലേക്കുള്ള അതിനുള്ള പ്രാധാന്യം കൊടുത്ത് അതിന് വ്യായാമം ചെയ്ത് അതിനുള്ള മരുന്നുകൾ കഴിച്ച് നല്ലൊരു പ്രതിരോധ രീതി ഫോളോ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.